യുവവാണി. ഞാൻ ആരാണെന്നോ? ഞാൻ പലരോടും പല പേരാ പറയുന്നത്. എന്നെ നിങ്ങൾക്കറിയുന്നത് ചിലപ്പോൾ ഈ പേരിലായിരിക്കും, രക്തരക്ഷസ്. ആരും പേടിക്കണ്ട, ഇത് യുവവാണി തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമുക്ക് യുവവാണിയിൽ ഇന്നൊരു പ്രത്യേക അതിഥിയാണ് വന്നിരിക്കുന്നത്. കലാനിലയം എന്ന നാടക ട്രൂപ്പിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമുണ്ട്, രക്തരക്ഷസ് അല്ലേ. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും, ചിലപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും വരെ ഇതിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റേജിൽ വിമാനം വന്നിറങ്ങുന്നു, സൂര്യകാലടി എന്ന മന്ത്രവാദി ഒരു രക്തരക്ഷസ് എന്ന ക്രൂരയായ ഒരു യക്ഷിയെ പിടിച്ച് ആണിയിൽ തറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും സ്റ്റേജിൽ കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു നാടകം. ഈ നാടകം ഈ അടുത്ത് പുതുതലമുറയ്ക്കൊക്കെ പരിചിതമാവാൻ വേണ്ടി വീണ്ടും അരങ്ങേറുകയുണ്ടായി. അപ്പോൾ കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് നാടകത്തിലെ രക്തരക്ഷസായി അഭിനയിക്കുന്ന കലാനിലയത്തിൻ്റെ പുതിയ രക്തരക്ഷസാണ് ഇന്ന് നമ്മോടൊപ്പം കൂടുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജാൻകി വിനോദ് അഥവാ രക്തരക്ഷസിനെ. അപ്പോൾ രക്തരക്ഷസ് മാത്രമല്ല, താങ്കളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ് അല്ലേ? എങ്ങനെയാണ് ഈ കണക്കിന്റെ ലോകത്ത് നിന്ന് ഈ അരങ്ങിന്റെ ലോകത്തേക്ക് വന്നത്? നേരെ തിരിച്ചാണ്, അരങ്ങിന്റെ ലോകത്തു നിന്നാണ് കണക്കിന്റെ ലോകത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് എത്തിയത്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഡാൻസ് ആയാലും നാടകമായാലും അരങ്ങിലാണ് ജീവിതത്തിന്റെ കുറേ ഭാഗങ്ങൾ. നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലും ജീവിതത്തിന്റെ ഒരുപാട് നിമിഷങ്ങളാണെങ്കിലും അരങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അഭിനയത്തിനോടുള്ള ആഗ്രഹം വരുന്നത്. അതിലൂടെ വരുമ്പോൾ പ്രൊഫഷനായി ചൂസ് ചെയ്തതാണ് സി എ എന്ന് പറയുന്നത്. സി എ അറിയാതെ വന്ന് ഭവിച്ചതാണ്, അരങ്ങാണ് സ്വാഭാവികമായി ഉണ്ടായതല്ലേ? അതെ, പാഷൻ ഇന്നും ആക്ടിങ് ആണ്, പക്ഷെ പ്രൊഫഷനായിട്ടൊന്ന് സ്ട്രോങ് ആയി ഒന്ന് വേണം തോന്നി. പലപ്പോഴും നമ്മളിങ്ങനെ കലാകാരികളോട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ കാര്യവും നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സ്വകാര്യ അഭിമാനം എന്നൊക്കെ പറയാവുന്ന കലോത്സവം, യുവജനോത്സവത്തിൻ്റെ കാര്യമൊക്കെ പറയും. അപ്പോൾ ജാനകിയും ആ ഒരു വഴിയാണോ വന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 4 വിഭാഗത്തിൽ പഠിക്കുമ്പോഴും എല്ലാ വിഭാഗത്തിലും ഓരോരോ ഐറ്റമെങ്കിലും വെച്ച് പങ്കെടുത്തിട്ടുണ്ട് കലോത്സവത്തിൽ. ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, നാടകം. അപ്പോൾ 9ാം ക്ലാസ്സിലാണ് ആദ്യമായി നാടകം ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെതായ കോമ്പറ്റീഷന് പോകുമായിരുന്നു. അതിലൂടെയാണ് അഭിനയത്തിനോട് താല്പര്യം തോന്നി. 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് നാടകം ചെയ്തു. അപ്പോൾ അതിന് സബ് ജില്ലയിൽ ആദ്യം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി. പിന്നെ 10ാം ക്ലാസ്സിൽ വേറെ കുട്ടികളുടെ ഒരു നാടകം, അത് മലയാളത്തിൽ. 9ാം ക്ലാസ്സിൽ സംസ്കൃതം, 10ാം ക്ലാസ്സിൽ മലയാളം നാടകമായിരുന്നു. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ കലോത്സവത്തിൽ എന്നും ഇപ്പോഴും മികച്ച സ്കൂളായിട്ട് ഒന്നാമത് തിരഞ്ഞെടുത്തത് ഗുരുകുലമാണ്. 13 വർഷമായി ഞങ്ങളുടെ സ്കൂള് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത് എത്തുന്നത്. അപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടാണ് കപ്പ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിശ്രീ കുറിച്ചത് താങ്കളാണ് അല്ലേ? അതെ, ആ ഒരു ഗാങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിനോടുള്ള സ്നേഹം എന്തായാലും ജാനകിയുടെ കണ്ണുകളിൽ കാണാം. ഈ നൃത്തത്തിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. എത്രാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നു നൃത്തമൊക്കെ? 1ാം ക്ലാസ്സിനാണ് ക്ലാസിക്കൽ ആദ്യം പഠിക്കുന്നത്. 5 വയസ്സിലേ തുടങ്ങി? 5 വയസ്സിലേ തുടങ്ങി. അന്ന് നിർബന്ധം ഉണ്ടായിരുന്നു, അതായത് അമ്മയും അച്ഛനെ കുന്തി തള്ളി വിട്ടതാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലെ എന്തെങ്കിലും പാട്ട് വന്നാൽ ഉടൻ ഷോൾ എടുത്ത് ഡാൻസ് കളിക്കുന്ന ഒരു ശീലം. പണ്ട് ഒരു വനമാല എന്നുള്ളൊരു പരസ്യമൊക്കെ വന്നല്ലോ വനമാല, ആ പരസ്യം വന്നാലേ നമ്മൾ വേഗം ഷോൾ എടുത്ത് ഓടി വരും കളിക്കാൻ. അപ്പോൾ അമ്മയും അച്ഛനും അന്ന് തൊട്ടേ എൻ്റെ താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് 1ാം ക്ലാസ്സിലെ ഡാൻസിന് ചേർക്കുന്നത്. അവരുടെ പേരൊക്കെ എന്താ? അമ്മ രജനി, അച്ഛൻ വിനോദ്. രണ്ടാളും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അച്ഛൻ റിട്ടയർഡായി 3 years ബാക്ക്. അച്ഛൻ കോടതിയിൽ ശിരസ്താറായിട്ടാണ് റിട്ടയർഡായത്, കണ്ണൂർ ജില്ലാ കോടതിയിൽ നിന്ന്.
അമ്മ എരുമിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമെങ്കിലും അതിനെ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനൊക്കെ കുറച്ച് വിമുഖത കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇതിപ്പോൾ ജാൻകീനെ ആദ്യം തന്നെ നൃത്തം പഠിക്കാനൊക്കെ വിട്ടു. അവർക്ക് ഇഷ്ടമായിരുന്നു, കലാഭിരുചി ഉള്ള ആളുകളായിരുന്നു. അതെ അതെ, അമ്മയ്ക്കൊക്കെ ചെറുപ്പത്തിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും ചെറിയ പാട്ടിലൊക്കെ ഒരു കമ്പുള്ള ആളൊക്കെ തന്നെയാണ്. അനിയനുണ്ട്. ഞാൻ ഡാൻസും നാടകമൊക്കെ നടക്കുമ്പോഴും അനിയൻ ചാക്യാർകൂത്ത്, പാടകം എന്നുള്ള ഇനങ്ങളിൽ അവൻ കലോത്സവത്തിന് പോയി സംസ്ഥാനത്തിൽ ഫസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീട് മൊത്തം ട്രോഫിയാണ്. കലോത്സവങ്ങൾ നിറഞ്ഞതായിരുന്നു. നമുക്ക് സ്കൂളിനോടൊപ്പം തന്നെ വീട്ടിനകത്തും കലോത്സവങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. എങ്ങനെയായിരുന്നു അപ്പോൾ പ്ലസ് 2 കാലഘട്ടം? 10ാം ക്ലാസ്സിലും കലോത്സവം ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷയാകുമ്പോൾ മാത്രം പഠിക്കാനിരുന്നു. അതുവരെയൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ തന്നെ ആയിരുന്നു. 10ാം ക്ലാസ്സിൽ 8A+ ഒക്കെയുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അത് ആവറേജ് അല്ല, എന്നാലും അല്ല, ഇപ്പം എല്ലാം ഫുൾ A+ൻ്റെ കാലഘട്ടമാണല്ലോ. പിന്നെ നേരെ കൊമേഴ്സ് ചൂസ് ചെയ്യായിരുന്നു. +1 +2 അതിലും കലോത്സവം ഉണ്ടായിരുന്നു. +1 +2 സമയത്തും ഉണ്ടായിരുന്നു. ഒപ്പം പഠിക്കുകയും ചെയ്തു. പക്ഷേ അമ്മയും അച്ഛനും എനിക്ക് അഭിനയത്തിനോട് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അഭിനയം കൊണ്ടുപോകണമെങ്കിൽ നന്നായി പഠിക്കണം, നല്ല മാർക്കോടെ പാസ്സാവണം, എന്നാൽ അഭിനയത്തിന് ഫുൾ സപ്പോർട്ട് തരാനാണ്. അപ്പോൾ വീട്ടുകാർ എതിർത്തുകൊണ്ട് പോകുന്നതിനേക്കാളും വീട്ടുകാരുടെ സപ്പോർട്ടോടെ പോകുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അഭിനയിക്കണമെങ്കിൽ പഠിക്കണം. ഓക്കെ, പഠിച്ചാൽ വിടാം. അതിൽ വലിയ കണ്ടീഷൻസ് ഒന്നും അല്ലല്ലോ. ഓക്കെ, പഠിക്കാം. സീരിയസ് ആയി പഠിച്ചു. അന്ന് എന്താ അഭിനയം സീരിയസ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ കോഴ്സായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ആക്ടിംഗ് കോഴ്സ് പഠിക്കണം എന്നായിരുന്നു. സിനിമ അല്ലെങ്കിൽ അഭിനയം ഈ ഫീൽഡൊന്നോ വീട്ടുകാർക്കോ നമുക്കൊരു ബന്ധവുമില്ല, ഒരു കണക്ഷൻസും ഇല്ല പറയാൻ പോലും. അപ്പോൾ പെട്ടെന്ന് സിനിമ പറയുമ്പോൾ ഞാൻ പോലും സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന സിനിമയൊക്കെ ഇരുന്ന ആൾക്കാരെല്ലാം ആക്ടിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാൽ ആക്ടിംഗ് കോഴ്സ് പഠിക്കാന്നുള്ളത്. അപ്പോൾ വീട്ടിൽ എനിക്ക് ആഗ്രഹം പറഞ്ഞപ്പോൾ പഠിക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞു. അങ്ങനെ +1 +2 99% സ്കൂളിൽ നിന്ന് പാസ്സായി. പിന്നെ BComന് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ചേരുമായിരുന്നു. കാരണം ഗ്രാജുവേഷൻ നിർബന്ധമാണ്. അവിടെ PG കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ ഏതാണ്ട് 99% +2 കഴിഞ്ഞു. അപ്പോഴും ആളുകൾ പറയില്ലേ, ഇത്രയും മാർക്കുണ്ട്, കുട്ടി വേണ്ട, അഭിനയം പഠിക്കേണ്ട, വേറെ കോഴ്സ് എടുത്തോളൂ എന്ന് പറയില്ലേ? മാത്രമല്ല കലോത്സവത്തിന് ട്രോഫിയുടെ കൂടെ ഇങ്ങനെ വാലിഡേറ്ററി അല്ലേ, അവിടെ നിന്ന് ഇത്ര മാർക്കോടുകൂടി പാസ്സായി അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വേറെ ട്രോഫികൾ വന്നു തുടങ്ങി. അങ്ങനെ +1 ഫുൾ മാർക്കായിരുന്നു. +2 കുറച്ച് മാർക്ക് കുറഞ്ഞത്. അതിൻ്റെ ബേസിലാണ് 99 ആയത്. അല്ലെങ്കിൽ 1200 1200 വന്നേനെ. പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടായി. പിന്നെ വേറെ ആൾക്കാർ പറയുന്നതൊന്നും നെവർ മൈൻഡ്. അമ്മയും അച്ഛനും പിന്നെ കട്ടക്കായിരുന്നു. പിന്നെ വിക്ടോറിയ കോളേജിൽ എത്തുന്നു. വിക്ടോറിയ കോളേജിൽ എപ്പോഴും ഇതുപോലെ കലയ്ക്ക് ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കോളേജാണ്. അതെ അതെ. ഇന്റർസോൺ കലോത്സവങ്ങൾ, യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ A-Zone ഇന്റർസോൺ അവിടെയും നാടകത്തിന് ജോയിൻ ചെയ്തു. A-Zoneൽ ഒരു നാടകം ഫസ്റ്റ് കിട്ടി. ഇന്റർസോണിൽ പോയി. ഇന്റർസോണിൽ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു ഫസ്റ്റും കിട്ടി നാടകത്തിന്. അപ്പോൾ അവിടെയും നമ്മൾ കോളേജിൻ്റെ ഒപ്പം തന്നെ ഈ കലോത്സവത്തിൻ്റെ ഒന്ന് പിന്തുടർന്നു. അങ്ങനെയാണ് കൂടിയുള്ള ഫ്രണ്ട് പറയുന്നത് എന്നാ ഒന്ന് CA ട്രൈ ചെയ്താലോ എന്നുള്ളത്. അതെന്താണ് പെട്ടെന്ന് നമ്മൾ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്നാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കൂടെ പഠിക്കും. അതായത് നമുക്ക് കോളേജ് എത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ കുറച്ചും കൂടി വലുതായി. കൂടെ BCom പഠിക്കുന്ന കുട്ടികളിൽ മിക്ക കുട്ടികളും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് അന്ന് പഠിക്കുന്നുണ്ട്. CMA, CS, CA അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നമുക്കെന്താ പിന്നെ CA കോച്ചിങ്ങിന് ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് പഠിത്തവും ഒരേ ലെവലിൽ പോകുന്നുണ്ടല്ലോ, കാരണം ഒരേ പാതയിലെത്തി, ഒന്ന് മേലെ ഒന്ന് താഴെ നിന്നില്ല. അപ്പോൾ ഓക്കെ, ഇത് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി നോക്കാം എന്നുള്ള രീതിയിൽ ആക്ച്വലി നമുക്ക് ICA പാലക്കാടുള്ള ചാപ്റ്ററിൽ പോയിട്ട് എന്താണ് കോഴ്സ്, ഇതിൻ്റെ ലെവൽ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി ഇന്ന് ഫൗണ്ടേഷൻ അന്ന് CPT എന്നായിരുന്നു. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തു. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് CPT ക്ലിയർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോച്ചിങ്ങിനൊക്കെ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ചെറിയ ലീവൊക്കെ വാങ്ങിച്ച് ചെന്നൈ, കോയമ്പത്തൂരൊക്കെ കോച്ചിങ്ങിന് പോകുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സിനിമ ആഗ്രഹങ്ങളുള്ളപ്പോൾ അതും നടത്തിയിരുന്നു. അങ്ങനെ കോളേജ് പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇന്റർ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊരു 3 വർഷത്തൊക്കെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫേസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ് CAയുടെ കീഴിൽ ജോലി ചെയ്യണം. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കാലഘട്ടം നല്ല ജോലി തിരക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ നമ്മുടെ അഭിനയം ഇങ്ങനെ അകത്ത് കിടക്കുകയാണല്ലോ അല്ലേ, ഈ കലയെ നമുക്ക് ഒരിക്കലും അടക്കി നിർത്താൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്തു? എൻ്റെ ഭാഗ്യമാണ് എന്താണെന്നറിയില്ല, ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എന്നെപ്പോലെ തന്നെ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ള ഒരു മേഖലയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ താല്പര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്കൂളാണെങ്കിലും കോളേജിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നീട് ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്ത സ്ഥലത്താണെങ്കിലും ഓക്കെ എല്ലാം നടക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്നാലും CAയിൽ ഇപ്പോൾ നമ്മൾ ഡിഗ്നിഫൈഡ് ആൾക്കാരെയൊക്കെ നോക്കുന്ന സമയത്ത് CA പഠിക്കുമ്പോൾ ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബിക്കോസ് CA പഠിക്കുന്ന അത്രയും ടഫ് കോഴ്സാണ്, ഇത് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ശരിയാണ്, കാരണം അതിൻ്റെ മെൻ്റൽ സ്ട്രെസ് അത്രയാണ്. ഇപ്പോൾ പഠിച്ച് തീർക്കണമെങ്കിൽ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റൂട്ട് വേറൊന്നായിരുന്നു. ഞാൻ ആ റൂട്ടിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സി എക്ക് വെറുതെ കാല് വെച്ചു എന്നേ ഉള്ളൂ. സി എക്ക് വേണ്ടി റൂട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പോയവിടെ എല്ലാം എനിക്കിങ്ങനെ വർക്ക് ഉണ്ട്, ലീവ് വേണം പറഞ്ഞാൽ വർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഓഫീസിൽ വർക്ക് ആണെങ്കിലും അത് ഫിനിഷാക്കി പോകുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അപ്പോൾ ഈ കലാനിലയം പോലെ ഒരു വളരെ പേരുകേട്ട ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പരസ്യ ചിത്രങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ മ്യൂസിക് വീഡിയോസ് ചെയ്തു. അപ്പോൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് വന്ന സമയത്ത് ഒരാൾ വഴിയാണ് കലാനിലയത്തിലെ അനന്തപത്മനാഭൻ സാറിൻ്റെ അടുത്തിലേക്ക് എൻ്റെ ഫോട്ടോ എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഫോട്ടോ കണ്ട് ഇഷ്ടമായിട്ടാണ് നേരിട്ട് കാണണം പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ നാടകത്തിനാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ CA ഫൈനലിന് ഞാൻ അന്ന് ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പിന് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അന്ന് ഞാൻ കൊച്ചിയിൽ അതിൻ്റെ കോച്ചിങ്ങിനായി പോയിരിക്കുന്ന ടൈമിലാണ് എനിക്ക് കോള് വരുന്നത്. 3 പേപ്പറും കൂടെ കിട്ടിയാൽ CA ആയി, മുഴുവൻ CA ആയി. അങ്ങനെ നിൽക്കുമ്പോഴാണ്, പഠിക്കാൻ പോയി നിൽക്കുമ്പോഴാണ് കോള് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സീരിയസ് ആയി എടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും 7 to 7 ആണ്. ക്ലാസ്സിനിടയ്ക്ക് നമുക്ക് ഒരാളെ പോയി കാണാനോ വെക്കാനുള്ള ഒരു സാഹചര്യമില്ല. ക്ലാസ് കട്ട് ചെയ്ത് പോകാനും പറ്റില്ല. പക്ഷേ ക്ലാസ് കഴിഞ്ഞവരെന്നെ വീണ്ടും കോൺടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞ ഡേറ്റിന്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പോയി നോക്കാം, കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സാറുടെ ഓഫീസിൽ പോയി സാറിനെ കാണുമായിരുന്നു. സാറ് പറഞ്ഞ ഡേറ്റിന് കൊടുങ്ങല്ലൂർ റീലോഞ്ച് വരികയാണ് രക്തരക്ഷസിൻ്റെ. അപ്പോൾ ഗംഭീരമായിട്ട് ഒരുപാട് മീഡിയ പ്രസൻസിലൂടെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കും കലാനിലയത്തിൻ്റെ ബ്രാൻഡ് നെയിമിൽ രക്തരക്ഷസ് അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സ്റ്റോറിയാണ്, ടൈറ്റിൽ ക്യാരക്ടറാണ്. ആ ടൈറ്റിൽ ക്യാരക്ടറിൽ ആ ക്യാരക്ടറിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി തോന്നി. തീർച്ചയായും. ഇപ്പോൾ ആകാശവാണിയുടെ കാര്യം പറയും, ലെഗസി എന്ന് പറയുന്ന പോലെയാണ് ഈ രക്തരക്ഷസിനൊരു ലെഗസി ഉണ്ട്, കലാനിലയത്തിനൊരു ലെഗസി ഉണ്ടല്ലോ. പണ്ടത്തെ ആളുകൾ നമുക്കിത്ര VFXും അല്ലെ TV ചാനലുകളൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകളെ ഞെട്ടിച്ചൊരു നാടകമാണ്. പണ്ട് കണ്ടതിൻ്റെ ഒരുപാട് പ്രതീക്ഷയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ ആൾക്കാർ അത് കേട്ടിട്ട് ഇന്നത്തെ ജനറേഷൻ വരുമ്പോൾ അവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവാതെ കൊടുക്കണം. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ മുമ്പ് കണ്ട ആൾക്കാരിൽ ഒരു 90% ആൾക്കാരെങ്കിലും മുമ്പത്തെ അതേപോലെ തന്നെ കണ്ടിന്യൂ ആവുന്നുണ്ടെന്ന് പറയും. ഒരു 10% ആൾക്കാർ അവർക്ക് ഉണ്ടാവും, അവർക്ക് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടിയത് പഴയതായിരിക്കും. കാരണം ഹൊറർ അന്ന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂടുതലുള്ള ടൈമല്ലേ. ഇന്നിപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബിൽ എല്ലാത്തിലും എന്ത് രീതിയിലുള്ള ഹൊററും കാണാം. ആളുകൾക്ക് അളവ് കൂടുതൽ വേണം അല്ലേ? അതെ. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ കാറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പണ്ട് അങ്ങനെയില്ല. ചെറിയ ശബ്ദങ്ങൾ പോലും പേടി തോന്നിക്കും. കാരണം സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടങ്ങൾ നാടകം കണ്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് പേടിയാണ് വീടെത്താൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഹൊറർ അവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഇന്നിപ്പോൾ ആ 10% ആൾക്കാർ പറയും, അതൊരു അവരുടെ ക്രിട്ടിക്സായി നമ്മൾ എടുക്കും. ഇത് ഈ 3 മണിക്കൂർ നാടകത്തിലെ ഡയലോഗൊക്കെ എങ്ങനെയാണ് ഹൃദയസ്ഥമാക്കിയത്? 3 മണിക്കൂർ നാടകത്തിൽ എങ്ങനെയും 2.25 മണിക്കൂറിന് മേലെ എനിക്ക് സ്റ്റേജ് പ്രസൻസ് ഉണ്ട്. അതിൽ തുടക്കത്തിലൊരു സീന് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റ്സ് ഗ്യാപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയാൽ എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ചസും എല്ലാം റീ എൻട്രി എല്ലാം എനിക്ക് സ്റ്റേജിൽ നിന്ന് തന്നെയാണ്. അതായത് പിന്നെ എനിക്ക് സ്റ്റേജ് ഔട്ടില്ല, സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുള്ള പണികളല്ലാതെ എനിക്ക് പിന്നെ ഗ്രീൻ റൂമിൽ പോയി വരാനുള്ള ഗ്യാപ്പില്ല. ബാക്കി ടെക്നീഷ്യൻസിൻ്റെ എഫേർട്സ് എല്ലാം പറയണമെങ്കിൽ ഒരു വലിയൊരു ടീം വർക്കാണ്. കാരണം കാണികൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ആ സ്റ്റേജിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പറയാൻ പാടില്ല. സ്റ്റേജിന്റെ പുറകിലുണ്ട് ലൈറ്റും സൗണ്ടും. സ്റ്റേജിലെ ബാക്കി ടെക്നീഷ്യൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ അവർ തന്നെയാണ്. അവരാണ് പ്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സ്റ്റേജിൽ കിടന്ന് കളിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ എഫേർട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ ടൈമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യക്ഷി വെറുതെ സാരിയിട്ട് വന്നിങ്ങനെ കാണിച്ചാൽ ആൾക്കാർക്ക് തോന്നില്ല. അതിൻ്റെ ലൈറ്റും സൗണ്ടും ബാക്കി സെറ്റിങ്ങും ആ ടൈമിങ്ങിന് എത്ര ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഈ കഥാപാത്രത്തിന് വല്ലാത്തൊരു എനർജി വേണമല്ലോ. കാരണം എപ്പോഴും ഇതുപോലെ അട്ടഹസിക്കുകയും ചോര കുടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ ഇങ്ങനെ നമ്മൾ ജില്ലായി ഇരിക്കുകയും വേണം. ഇപ്പോൾ അതും ഒരു ഷോ അല്ല, ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3 ഷോയോളം അഭിനയിക്കേണ്ടി വരുന്നു. അതിനെ തുടർച്ചയായി ചെയ്യേണ്ടി വരുന്നു അല്ലേ? 1-2 ആഴ്ചകളിലേക്ക് തുടർച്ചയായി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ജാൻകി കീപ്പപ്പ് ചെയ്യുന്നത്? എനർജി തീർച്ചയായിട്ടും വേണം. കാരണം യക്ഷിയായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ എനർജി ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ആ സ്റ്റേജിൻ്റെ പവറാണെന്നറിയില്ല, നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു എനർജി വരും. യക്ഷിയൊക്കെ ആയി ട്രാൻസ്ഫോർമേഷൻ വന്നാൽ ഡെഫിനറ്റ്ലി അത് എനിക്ക് തന്നെ പലപ്പോഴും ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഒരു ദിവസം 4 ഷോ വരെ കളിച്ച ദിവസങ്ങളുണ്ട്. മോർണിംഗ് സ്കൂൾ ഷോ, പിന്നെ മാറ്റ്നി, പിന്നെ ഫസ്റ്റ് ഷോ 6 മണിക്ക്, സെക്കൻഡ് ഷോ 9 മണിക്ക്. ടഫാണോ ചോദിച്ചാൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ടഫാണ്. ചിലപ്പോൾ ക്ലൈമറ്റ് ഒന്നും നമുക്ക് അനുകൂലമായിരിക്കില്ല. ഭയങ്കര ചൂടുള്ള സമയത്തും നമ്മൾ കളിച്ചിട്ടുണ്ട്. ഓഡിയൻസിന് AC ഉണ്ട്, AC ഉള്ള ഓഡിറ്റോറിയംസാണ്.
ബട്ട് ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല. കാരണം സെറ്റ് വർക്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് AC ചിലപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിനും എല്ലാത്തിനും ഡാമേജ് ആക്കും. സോ നമുക്ക് സ്റ്റേജിലേക്ക് ഇത്രയും ലൈറ്റ്, നമ്മുടെ ഫോക്കസ് ലൈറ്റ്സ് എല്ലാം നമുക്ക് ഇത്രയും അടിക്കുമ്പോൾ നമുക്ക് അത്രയും ചൂടാണ്, നല്ല ചൂടെടുക്കും. സോ നമ്മുടെ ആർട്ടിസ്റ്റിനാണെങ്കിലും ടെക്നീഷ്യൻസിനാണെങ്കിലും അതിനൊന്നും ഒരു വഴിയില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും എഫേർട്ടും എനർജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പണിയുള്ള പരിപാടിയാണ്, പക്ഷെ ഒരു രസമുണ്ട്. അതെ, അതിൽ നിന്ന് കിട്ടുന്ന ആ എനർജി കിട്ടുകയാണ് അല്ലേ, കാണികളുടെ റെസ്പോൺസും കൈയടിയായി കിട്ടുമ്പോൾ തന്നെ ഒരു അപ്രീസിയേഷൻ, അത് നമുക്ക് വളരെ മോട്ടിവേഷണൽ ആണ്. അതാണ് നമുക്ക് നെക്സ്റ്റ് ഷോയിലേക്ക് വീണ്ടും അതേ എനർജിയോടെ കയറാൻ വലിയൊരു ബാധകമാവുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിനയം പോകുന്നതിനോടൊപ്പം തന്നെ താങ്കളിപ്പോൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഓഫീസിൽ നമ്മളിങ്ങനെ കണക്കുകളൊക്കെ നോക്കുമ്പോഴും രാത്രി നമ്മൾ രക്തരക്ഷസായിട്ട് രൂപം മാറുകയാണ്. ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ടു നടക്കുന്നത്? എരീസ് കലാനിലയത്തിൻ്റെ തന്നെ അക്കൗണ്ട്സിലും ഇപ്പോൾ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡേ ടൈമിൽ അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കും. ഒരു 10:30, 11 ടൈമിൽ നമ്മൾ ഓഫീസ് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 5 നമുക്ക് റെഡി ആവേണ്ടത്. അപ്പോൾ ഒരു 4-4:30 വരെ എല്ലാ ദിവസവും ചിലപ്പോൾ ഓഫീസിൽ പോകേണ്ടി വരില്ല, നമുക്ക് ഓൺലൈനായി വർക്ക് ചെയ്യാം, ബാക്കി ഓഫീസിലുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഓഫീസും ഇതും മാനേജ് ചെയ്ത് പോകുന്നു. കാരണം നമ്മൾ രണ്ടും ചൂസ് ചെയ്തു, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ ചൂസ് ചെയ്തതായതുകൊണ്ട് ഇതിൽ സഫറിങ്സ് ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ. ആദ്യമായിട്ട് ആ സമയം ഓർമ്മയുണ്ടാവും, നമ്മൾ തട്ടിക്കയറാൻ പോകുന്നു, പെട്ടെന്ന് കലാനിലയത്തിൻ്റെ പ്രശസ്തമായ സൽക്കലാദേവിതൻ എന്നുള്ള ഇതൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഉടനെ ഇനി എൻ്റെ മുഖമാണ് കാണികൾ കാണാൻ പോകുന്നതെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ എന്ത് തോന്നി ആ സമയത്ത്? പിന്നെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇടിച്ചോ ടപ്പ് 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 എന്നിട്ട്? നാടകങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ 3 മണിക്കൂർ നാടകം ചെയ്തിട്ടില്ല, ഇത്രയും വലിയ വേദിയിലും ചെയ്തിട്ടില്ല. പക്ഷേ കലോത്സവങ്ങളിൽ 1/2 മണിക്കൂർ വരെയുള്ള നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡാൻസും കളിച്ചിട്ടുള്ള നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലൈവ് പെർഫോമൻസ് ഇത്രയും ലെങ്തിയായി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോവാണ്. റിഹേഴ്സൽ കാര്യമായി നമുക്ക് കണ്ടുപഠിച്ചതല്ലാതെ ശരിക്കുള്ള റിഹേഴ്സൽ ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ബാക്കിയുള്ള എല്ലാവരെയും ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. രംഗബോധം എല്ലാം വേണം, കാരണം നമ്മൾ ഒരിക്കലും ബ്ലാങ്ക് ഔട്ട് ആവാൻ പാടില്ല. ഇത്രയും വലിയ വോളിയം സിലബസ് പഠിച്ചുകൊണ്ടാണോ ഡയലോഗ് മനപ്പാഠമായത്? എന്തായാലും കൃത്യമായിട്ടുണ്ടായിരുന്നു. ഡയലോഗ് നമുക്ക് ദൈവം സഹായിച്ച് ഇതൊരു ഡയലോഗിനൊരു പ്രശ്നം വന്നിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ. അപ്പോൾ ഡയലോഗൊന്നും ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. ഡയലോഗെല്ലാം കൃത്യമായി മനപ്പാടാക്കിയിട്ട് തന്നെയാണ് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. പിന്നെ ലൈവ് പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേജിലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ മാറുന്നത്, അതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയി പോകും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മൈക്കിൻ്റെ ഇഷ്യൂ വരാം, ലൈറ്റിൻ്റെ ഇഷ്യൂ വരാം, ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് വരേണ്ട സാധനങ്ങൾ വരാതിരിക്കാം. അപ്പോൾ അത് നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഒരിക്കലും എന്താ വരേണ്ടത് മുൻകൂട്ടി അറിയില്ല, അത് ഞങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളെ ബിൽഡ് ചെയ്യണം. സ്റ്റേജിന് നമ്മൾ ലൈവിൽ നിൽക്കുക, ഇത്രയും ആൾക്കാർ മുന്നിലിരിക്കുമ്പോൾ പതറാതെ അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യണം, അവരെ അറിയിക്കാനും പാടില്ല. അപ്പോൾ അതൊരു രസമാണ്. നമ്മൾ കഴിഞ്ഞ സ്റ്റേജിന്റെ ഇപ്പുറത്തൊന്നും നമ്മൾ ആലോചിച്ച് ചിരിക്കും. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണികളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കോ ആർട്ടിസ്റ്റിനെ കാണുമ്പോഴോ അങ്ങനെ ചിരി വന്നാൽ നിങ്ങൾ എങ്ങനെ ഇത് അടക്കി നിർത്തുക? അതായത് നമുക്ക് ഫീഡ്ബാക്ക്, ചിലപ്പോൾ ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. ലൈവായിട്ട് ഇപ്പോൾ ഇതിലൊരു ക്യാരക്ടർ, ചന്ദ്രൻ എന്നുള്ള ക്യാരക്ടർ, ആളുടെ നാടകം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ആരും ചീത്ത വിളിക്കും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഓഡിയൻസിന് എടാ ചന്ദ്ര നാറിയെന്നൊരു വിളിയാണ്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിലേക്ക് നിൽക്കുന്നത്, ഞാൻ എൻട്രിക്ക് ഞാൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഡയലോഗ്. നമ്മൾ സൈഡിൽ നിന്ന് ഒരു ചിരി, സ്റ്റേജിലെ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്, ഞങ്ങൾ സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട് അത് കേട്ടിട്ട്. പക്ഷെ അവർക്ക് ചിരിക്കാൻ പറ്റില്ല, അവർ കൺട്രോൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ കയറാൻ പോവാണ് സ്റ്റേജിലേക്ക്. അപ്പം ഞാൻ അവിടുന്ന് ചിരിച്ചുടൻ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ മാറുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു ബോധമുണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും അത് പിടിച്ചു നിൽക്കണം എന്നുള്ളത്. ശരിക്കും നിങ്ങൾ തട്ടിൽ കയറുമ്പോൾ കാണികളെ നിങ്ങൾ കാണുന്നില്ലല്ലോ, കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ സങ്കല്പത്തിൽ. അതെ, ഞങ്ങൾക്ക് ഇരുട്ടാണ്, എന്നാലും ഫ്രണ്ടിലുള്ള കുറച്ച് ഫേസസ് ഒക്കെ നമുക്ക് കിട്ടും, പക്ഷെ നമ്മളത് ബോധേഡാവാറില്ല. കാണുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കാതെയാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. നിങ്ങൾ ആ കാലഘട്ടത്തിലാണ്. അതെ, ഞങ്ങൾക്ക് അവരില്ല, നിങ്ങൾ ആ കാലഘട്ടത്തിലും ആ പ്രദേശത്തും ഒക്കെയാണ്. ഞങ്ങൾ ഓഡിയൻസിനെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഓഡിയൻസ് ഞങ്ങളൊപ്പം ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. കാരണം നാടകമാകുമ്പോൾ നാടകീയത ഉണ്ടാവും. ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർ അത് കാണുന്നുണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നാടകത്തിന്റെ വലിയൊരു സക്സസ് ആണ്. കുട്ടിക്കാലത്ത് TV-യിൽ ഒരു പരസ്യം വന്നപ്പോൾ അല്ലേ, ഷോള് തപ്പി അതിന് കൂടി നൃത്തം വെച്ചിരുന്ന ഒരു കുട്ടി ഇന്നിപ്പോൾ കേരളത്തിലെ പ്രശസ്തമായൊരു നാടക ട്രൂപ്പിൻ്റെ നായക നടിയായി അഭിനയിക്കുകയാണ്. അപ്പോൾ നാം ലക്ഷ്യം കണ്ടാൽ എന്തും പ്രാപ്യമാക്കാൻ പറ്റും, എന്തും സാധിക്കാൻ കഴിയുമെന്നാണ് ജാൻകി വിനോദ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യൂറോപ്പിലും അല്ലെങ്കിൽ ഇപ്പോൾ UK-യിലും ഒക്കെ നാടകം എന്നത് ഇപ്പോൾ ന്യൂയോർക്കിൽ ബ്രോഡ്വേ തിയേറ്റർ അല്ലെങ്കിൽ UK-യിൽ അങ്ങനെ ഒത്തിരി നാടക ട്രൂപ്പുകളുണ്ട്. സിനിമയേക്കാൾ കൂടുതൽ സ്വീകാര്യരായ
അഭിനേതാക്കളുണ്ട്. അപ്പം അങ്ങനെ നാടകത്തിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നൊരു നാടാണ് നമ്മുടേത് അല്ലേ. നാടകം കൊണ്ട് പല കാര്യങ്ങളും പല ആശയങ്ങളും പലരിലേക്ക് എത്തിക്കാനൊക്കെ നോക്കിയൊരു നാടായിരുന്നു നമ്മുടേത്. അപ്പോൾ ആ നാടകത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് അതിൽ സുവർണ്ണലിപികളിൽ ജാനകിയുടെ പേര് എഴുതട്ടെ. കാരണം ഇങ്ങനെ ഈ തലമുറ ഇതിൽ നിന്നൊക്കെ റീലുകളിലേക്കും 30 സെക്കൻഡിലേക്കും കുറഞ്ഞ അറ്റൻഷൻ സ്പാനിലേക്കൊക്കെ മാറുന്നു എന്ന് പറയുമ്പോൾ ആ തലമുറയുടെ തന്നെ ഒരു പ്രതിനിധി നാടകത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ തൻ്റെ സമയവും ഊർജവും അട്ടഹാസവും ഒക്കെ അല്ലേ കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി വിനോദ് കലാനിലയത്തിൻ്റെ ഏറ്റവും പുതിയ രക്തരക്ഷസ് എന്ന നാടകത്തിലെ ഏറ്റവും പുതിയ രക്തരക്ഷസാണ്. അതിൻ്റെ ലീഡ് റോളായി അഭിനയിക്കുന്ന ആളാണ്. ഒപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയാണ്. അപ്പോൾ ജാനകി ഒത്തിരി നന്ദി യുവവാണിയിൽ പങ്കെടുത്തതിന്, താങ്കളുടെ അനുഭവങ്ങൾ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതിന്. അപ്പോൾ ഇനിയും വിജയങ്ങൾ തേടി വരട്ടെ. എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും സ്വപ്നങ്ങൾ കാണുവാനും കഴിയട്ടെ. ഒത്തിരി നന്ദി. താങ്ക് യു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത നാടകമായ രക്തരക്ഷസിലെ പ്രധാന വേഷം ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയായ ജാനകി വിനോദുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.